അപ്പൊ ഇനി മൂപ്പർ പറഞ്ഞൊരു പേച്ചാണോ എന്ന് അറിയില്ല, ഇനി ഞാൻ വാങ്ങിയൊരു പേച്ചാണെന്ന് അറിയില്ല. ഞാൻ വലിയ ഹൈപ്പ് കണ്ടപ്പോഴേ വാങ്ങിച്ചാണ്. കസ്റ്റമർ പറഞ്ഞു ഇത് ബുള്ളറ്റ് പെർഫ്യൂമാണ്, പേരെ കേൾക്കാനുള്ള ഒരു മജ. ഹലോ ഗായ്സ്, എന്തൊക്കെ കണ്ടു പുറത്താണോ? 2 ദിവസം മുമ്പ് ഞാൻ റാംസൺസ് എന്ന ബ്രാൻഡിന്റെ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതായിരുന്നു ആ പെർഫ്യൂം. ഓക്കെ, ഈ ഒരു സാധനത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രാഗ്രൻസിലോട്ട് കിടക്കാം. ഓപ്പൺ ചെയ്തു. നോർമൽ ആയിട്ടുള്ള ഒരു അറ്റോമിക് പമ്പിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഫ്രാഗ്രൻസിലോട്ട് പോവാം. ഇതിങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് ടച്ച് സ്മെല്ലാണ്. ഒരു ഗ്രീനിഷ് വിത്ത് സിട്രസി, അതുപോലെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ്. ഓക്കെ, 100 ml 216 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന്റെ ഒരു പ്രൊജക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം കിട്ടും. ലോഞ്ചിവിറ്റി പറയുകയാണെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ലോഞ്ചിവിറ്റി ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് മണമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ലോക്കലായിട്ടുള്ള ഒരു മണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഉപയോഗിച്ച മെറ്റീരിയലിന്റെ പ്രശ്നമാണോ നമുക്ക് അറിയില്ല. 216 രൂപയ്ക്ക് ചിലപ്പോൾ അവർ ലെവലിലേക്ക് അവർക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര ഹൈപ്പാണ്. നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പരസ്യം ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓഡി പെർഫ്യൂം കോൺസെൻട്രേഷൻ ഒക്കെ പറയുമെങ്കിൽ ഒരു ഓഡി പെർഫ്യൂമിന്റെ കോൺസെൻട്രേഷൻ ഇതിനില്ല. ഓഡി പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 വരെയൊക്കെ മാക്സിമം കോൺസെൻട്രേഷൻ വരും. പക്ഷെ ആ ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഇതിനുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല. ഒരു ഓഡി ഫ്രഷ് അല്ലെങ്കിൽ ഒരു ഓഡി ടോയ്ലറ്റിന്റെ ലെവലിലേക്ക് എത്തൂല. തീരെ നിൽക്കാത്ത ഒരു പെർഫ്യൂം ഒക്കെ വേണമെങ്കിൽ പറയാം. ഒരു 1 മണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂം എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇനി വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. റാംസൺസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്.